വ്യാപാര കരാറിന്റെയും ചുങ്ക യുദ്ധത്തിന്റെയും പുറകിലാണ് അമേരിക്ക. അപ്പോൾ ചൈനയുമായിട്ട് ഒരു കരാർ കൊണ്ടുവരാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടാക്കി, ഇല്ലെങ്കിൽ 150%, 200% നികുതി എന്നൊക്കെ പറഞ്ഞ് ട്രംപിന്റെ തമാശകളൊക്കെയാണ്. പക്ഷെ ഈ കരാറിലേക്ക് ഏതാണ്ടൊക്കെ എത്തി. അപ്പോ ഇതിനൊരു പാലം വലിച്ചു കൊടുത്തത് റഷ്യയാണെന്ന് പറയുന്നത്. അതോടുകൂടി രണ്ടുപേരും വെള്ളത്തിൽ പോയി, ഇപ്പൊ അടിച്ചു പിരിച്ചു എന്നാണ് കേൾക്കുന്നത്. ജോജിയും ഞാനും അടിച്ചു പിരിഞ്ഞു. അതായത് ഏറെ എന്താ പറയുക, പ്രാധാന്യത്തോടെയാണ് ലോകം ഈ ഒരു വിഷയത്തെ ഉറ്റുനോക്കിയിരുന്നത്. അപ്പം ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ എന്ന് പറയുന്ന അമേരിക്കയും ചൈനയും, ഇവർ തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് അടിച്ചു പിരിഞ്ഞത്. അപ്പൊ ഇത് വലിയ രീതിയിൽ രാജ്യാന്തര സാമ്പത്തിക രംഗത്ത് വലിയ നിരാശ വീഴ്ത്തുന്നുണ്ട്. അപ്പൊ സ്വീഡനിലാണ് ഈ ചർച്ച നടന്നത്. ഏതാനും ദിവസങ്ങളായിട്ട് US ചൈന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ നീളുന്ന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ സമവായമൊന്നും ആയില്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള 90 ദിവസത്തേക്കുള്ള താരിഫ് മരവിപ്പിച്ച തീരുമാനം തുടരാനുള്ള ധാരണ മാത്രമാണ് അതിലേക്ക് ആയത് എന്നാണ് ചൈനീസ് പ്രതിനിധി ലീ ചെങ്കാങ് പറയുന്നത്. അതേസമയം ധാരണയൊന്നും ആയിട്ടില്ല എന്നും അന്തിമ തീരുമാനം വൈകാതെ ട്രംപ് പ്രഖ്യാപിക്കുമെന്നും US പ്രതിനിധിയും പറയുന്നുണ്ട്. ഇരു രാജ്യങ്ങളും കഴിഞ്ഞ മെയിലാണ് ചർച്ച നടത്തുകയും പരസ്പരം പ്രഖ്യാപിച്ച പകരം തീരുവ ഈടാക്കുന്നത് 90 ദിവസത്തേക്ക് മരവിപ്പിക്കാനുമായിട്ട് തീരുമാനിച്ചത്. ഈ സമയപരിധി ഓഗസ്റ്റ് 12 വരെയേ ഉള്ളൂ. നിലവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ US 30%, US ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന 10%വുമാണ് ഈടാക്കുന്നത്. അപ്പോഴും ട്രംപ് തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. കഴിഞ്ഞ ഏപ്രിലിൽ ട്രംപ് ചൈനയ്ക്ക് മേൽ 34% തീരുവ ചുമത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും തൊട്ടടുത്ത ആഴ്ച അത് 145%ത്തിലേക്ക് കുത്തനെ കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതോട് കൂടിയിട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം കലുഷിതമാകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും ഈ പറയുന്നത് പോലെ ഓഗസ്റ്റ് 12-നകം US-ഉമായിട്ട് ധാരണയിലെത്താൻ ചൈനയ്ക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏപ്രിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നിരക്കിലേക്ക് ചൈനയ്ക്ക് മേലുള്ള തീരുവ ഉയർത്തുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുന്നുണ്ട്. ചൈനയിൽ നിന്ന് US-ലേക്ക് ഫെന്റനിൽ, അതായത് അതൊരു ഭയങ്കര കരുത്തുള്ള വേദന സംഹാരിയാണ് ഈ ഫെന്റനിൽ എന്ന് പറയുന്നത്. ഇത് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ചൈനയിൽ നിന്ന് US-ലേക്ക്. ഇതാണ് US-ന് വളരെയേറെ തലവേദന ഉണ്ടാക്കുന്ന ഒരു വിഷയം എന്നാണ് പറയുന്നത്. ഇതിൽ ഇടഞ്ഞിട്ടുള്ള ട്രംപാണ്. ഇതോടുകൂടിയാണ് ട്രംപിന് ഇടച്ചിൽ വളരെ രൂക്ഷമായതെന്നാണ് പറയുന്നത്. അപ്പൊ കുറഞ്ഞ തീരുവയുടെ പിൻബലത്തിൽ ഇത് വ്യാപകമായിട്ട് US-ലേക്ക് കടത്തുന്നത് മയക്കുമരുന്ന് ഉപയോഗത്തിനെന്നോണം ഇത് വർദ്ധിക്കാൻ സാധ്യത ഒരുക്കുന്നു എന്നാണ് ട്രംപ് പറയുന്ന ഒരു ആരോപണം. ഈ അമേരിക്കയുടെ കടുത്ത ഉപരോധമുള്ള റഷ്യ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ചൈന വൻതോതിൽ എണ്ണ വാങ്ങുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നിലവിൽ ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവ് എന്ന് പറയുന്നത് ചൈനയാണ്. റഷ്യയുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവ് കൂടിയാണ്. പക്ഷേ ഇത് പൊളിക്കാൻ നോക്കുമ്പോൾ എന്തുകൊണ്ട് റഷ്യ ഈ ഒരു ചർച്ച പൊളിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഗോസ്റ്റ് ഷിപ്പ് വഴി റഷ്യ ചൈനയ്ക്ക് സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇത് ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഉപരോധമൊക്കെ നിന്നാലും ഇത് നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഷിപ്പ് നേരിട്ട് അയച്ചില്ലെങ്കിൽ ഈ ഗോസ്റ്റ് ഷിപ്പ് വഴി ഇത് നടക്കുന്നത് കൊണ്ട് US-നെ ഇത് വളരെയേറെ അലോസരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വാണിജ്യ ട്രാക്കിംഗ് സംവിധാനങ്ങൾക്ക് പിടികൊടുക്കാതെ ചരക്കു നീക്കം നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കപ്പലുകളെ പ്രേതക്കപ്പൽ അല്ലെങ്കിൽ ഗോസ്റ്റ് ഷിപ്പ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ റഷ്യൻ എണ്ണയ്ക്ക് മേൽ $47 എന്ന പരമാവധി പരിധി യൂറോപ്യൻ യൂണിയൻ നിശ്ചയിച്ചിരുന്നു. ഇത് ലംഘിച്ചിട്ടാണ് ചൈനയുടെ എണ്ണ വാങ്ങൽ എന്നുള്ള സംശയം അമേരിക്കയ്ക്ക് കാര്യമായിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്ന ചൈന യുക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യയെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നു എന്നും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രേതക്കപ്പൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോസ്റ്റ് ഷിപ്പ് എന്ന് പറയുന്നത് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ചൈന രണ്ടും കൽപ്പിച്ച് ചൈന എന്താ പറയാ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പോലും ഇതുവഴി ഞങ്ങൾക്ക് വേണ്ട എണ്ണ എത്തിക്കാൻ കഴിയും എന്നുള്ളത് കൂടി കൊണ്ടാണ്. ഇതും പോരാഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ
ചർച്ച കൂടി നടക്കാൻ പോകുന്നുണ്ട്. നമുക്ക് ഓഗസ്റ്റ് 9 വരെ ആണ്, അല്ല അതും ഓഗസ്റ്റ് 12 തന്നെയാണ് താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിവസം തന്നിട്ടുള്ളത്, മുന്നറിയിപ്പൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലും നമ്മൾ ചർച്ച തുടങ്ങാൻ പോവുകയാണ്. പ്രഖ്യാപന പ്രകാരം ഇന്ത്യക്ക് മേൽ 10% അടിസ്ഥാന തീരുവയടക്കം 36% തീരുവയാണ് ട്രംപ് നമുക്ക് ചുമത്തിയത്. ഇത് പിന്നീട് 3 മാസത്തേക്കും മരവിപ്പിച്ചു. ഇപ്പോൾ ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഇന്നലെ പക്ഷേ വ്യക്തമാക്കിയത് ഇന്ത്യക്ക് മേൽ 20 മുതൽ 25% വരെ തീരുവ ചുമത്തിയേക്കും എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് ആഘാതമാകുമെന്നുള്ളതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. ഇത് വലിയ രീതിയിൽ രാജ്യാന്തര വിപണിയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. US കേന്ദ്ര ബാങ്കായിട്ടുള്ള ഫെഡറൽ റിസർവ് ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ടോടുകൂടി പലിശ നയം കൂടി പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ പലിശ കൂട്ടുമെന്ന ഭയം വിപണിക്കില്ല. പക്ഷേ ട്രംപ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പലിശ കുത്തനെ വെട്ടിക്കുറയ്ക്കണം എന്നുള്ളതാണ്. അതിന് ഫെഡറൽ റിസർവ് തയ്യാറാകാതെ പലിശ നിർത്താനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ ട്രംപും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലും തമ്മിലുള്ള ഭിന്നത വളരെ രൂക്ഷമാകുന്ന ഒരവസ്ഥയുണ്ടാകും. ഇത് ഇന്ത്യൻ വിപണിയെ ഉൾപ്പെടെ പിടിച്ചുലയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പറയുന്നത് പോലെ മെറ്റ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ആമസോൺ, ഫോർഡ് തുടങ്ങിയവയൊക്കെ വൈകാതെ തന്നെ ഈ പറയുന്ന ജൂൺ പാദ പ്രവർത്തന ഫലം പുറത്തുവിടും എന്നുള്ളത് കൂടി നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ട്. കണക്കുകൾ നിരാശപ്പെടുത്തുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഓഹരി വിപണിയെ ബാധിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകും. ഇത്തരത്തിൽ ഈ പറയുന്ന ട്രംപിന്റെ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ട്രംപ് എന്താണ് തോന്നുന്നത്? ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 145% അധിക തീരുവയാണ് ചൈനയ്ക്ക് മേൽ പറഞ്ഞിട്ടുള്ളത്. നാളെ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ട്രംപിന് അതിൽ കൂടുതൽ കൂട്ടണമെന്ന് തോന്നിയാൽ ട്രംപ് അതും പറയും. സത്യത്തിൽ ട്രംപിന് ചിത്തഭ്രമം ബാധിച്ചു എന്നൊക്കെ പറഞ്ഞാലും തരക്കേടില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. പക്ഷെ മൂപ്പിലാന്റെ മുൻപിൽ നിൽക്കുന്ന വലിയൊരു എന്താ പറയാ, ഡെമോക്രാസിന്റെ വാള് തലയ്ക്ക് മേളിൽ തൂങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. കാരണം അമേരിക്കയുടെ കടം എന്ന് പറയുന്നത് വലിയൊരു ഇൻഫ്ലമേഷൻ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ട്രംപിന് ഇറങ്ങി പോകുമ്പോൾ ഈ പറയുന്ന ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടണമെന്നുള്ള ഒരു അദമ്യമായിട്ടുള്ള ആഗ്രഹം കൂടിയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇൻഫ്ലമേഷനിലേക്ക് തള്ളിയിട്ടുകൊണ്ട്, അതായത് അമേരിക്കയെ ഒരു പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് പോകുന്ന ഒരു പ്രസിഡന്റ് ആയിട്ട് മാറാനായിട്ട് ട്രംപിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് ട്രംപ് ഓരോ ദിവസവും എണീറ്റിരുന്ന് പലതും വിളിച്ചു പറയുന്നത്. പക്ഷെ ഇതെല്ലാം അമേരിക്കയിൽ ട്രംപിനെതിരെ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ തന്നെ അത് ട്രംപിനെതിരെയുള്ള പ്രശ്നമായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. രണ്ട് പാർട്ടികളിലും, ട്രംപിന്റെ പാർട്ടിയിൽ പോലും ട്രംപിന് എന്താ പറയാ പിന്തുണ കുറയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ചില റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രംപിനെ പിടിച്ചു നിർത്താൻ ആർക്ക് കഴിയും? പൂച്ചയ്ക്കാര് മണിയിട്ടു എന്ന് പറയുന്നതിൽ ട്രംപിനെ ആർക്കാണ് പിടിച്ചു കെട്ടാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരം തരാനായിട്ട് ആർക്കും കഴിയുന്നതുമില്ല. പക്ഷേ ഇപ്പോൾ ലോകരാജ്യങ്ങൾ, ഇപ്പൊ ചൈന ആയാലും മിണ്ടാതെ ഇരിക്കുന്നുണ്ടെങ്കിലും ചൈന, റഷ്യ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘം ആ ഒരു ബെൽറ്റ് രൂപീകരിക്കാനുള്ള ശ്രമം വളരെ വേഗത്തിൽ നടക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഈ താരിഫിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയാണ് ഇപ്പോഴും നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചൈന വലിയ സാമ്പത്തിക ശക്തിയാണ്, ഞങ്ങളാണ് രണ്ടാമത് മൂന്നാമത് എന്നൊക്കെ പറയുമ്പോഴും ചൈനയ്ക്ക് അമേരിക്കയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടാനുള്ള കെൽപ്പില്ലാത്ത ഒരു അവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് അമേരിക്കയ്ക്കെതിരെ ശക്തമായൊരു യുദ്ധത്തിന് പോകാൻ ചൈന താല്പര്യപ്പെടുന്നില്ല. അമേരിക്ക അതുപോലെ തന്നെയാണ്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും സാമ്പത്തിക സ്ഥിതി അത്ര സുഖകരമല്ല എന്നുള്ളതാണ്. രണ്ടുപേരും ഏതാണ്ടൊക്കെ ഒരു സാച്ചുറേറ്റഡ് ലെവലിലേക്ക് വരികയും പിന്നെ ഇവിടെ ഇനി പതനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലുമാണ്. നമുക്കറിയാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ചൈന എത്രത്തോളം മുന്നോട്ട് പോയിരുന്നു. ചൈന അവരുടെ രാജ്യം മൊത്തം ഹൈവേകളും വലിയ കെട്ടിട സമുച്ചയങ്ങളും എല്ലാം ഉണ്ടാക്കി. അവിടുത്തെ വീടുകളുടെ എണ്ണം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 6 ഇരട്ടിയോളമാണ്. ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയത് വലിയ ചെലവായി പോയി. ആ ചെലവുകളൊക്കെ തന്നെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല. അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്
ചൈന. അതുപോലെ തന്നെ ലോകത്ത് മൊത്തം അസ്ഥിരത ഉണ്ടാക്കുന്ന അമേരിക്കയുടെ കാര്യത്തിനകത്തും ഈ പറയുന്ന ഡിഫൻസ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ കഴിയുന്നില്ല. അതിലൂടെ വലിയ പ്രശ്നങ്ങളിലേക്ക് അവരുടെ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നു. അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ട്രംപിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ലോകരാജ്യങ്ങളുടെ മേലെ കുതിര കയറാൻ വേണ്ടിയിട്ട് ട്രംപ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയത്നങ്ങളെല്ലാം. പക്ഷേ എന്തായാലും ശരി തന്നെ ഇതുപോലെ ചർച്ചകൾ അലസിപ്പിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തും എന്നുള്ളതാണ് ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത്.